ഞങ്ങൾ വിചാരിച്ചു മദാമ്മമാരെ ഇരിക്കുന്നതെന്ന് ആ ഇരിക്കുന്ന സ്റ്റൈലും ആ ലുക്കൊക്കെ കണ്ടപ്പോ ഞങ്ങൾ പിന്നെ വായ നോക്കാത്തോണ്ട് നിങ്ങളെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. കേറി നല്ല രസമുണ്ട് സ്കേർട്ട്. ഇത് കൊള്ളാല്ലേ? ആ മേരിയാൻ സ്കേർട്ടാണ്. ഹാപ്പി ഹാപ്പി അങ്ങനെയാണ് അന്തു. അല്ല ഇതാണ് ഇവരുടെ ചോക്ലേറ്റ് താലി. ലുക്ക് സോ അമേസിംഗ് നോ. ഇതില് ചോക്ലേറ്റ് ട്രഫിൾസ്, എന്തോ ഒരു ചോക്ലേറ്റ് ബോൾസ്, ഡാർക്ക് ചോക്ലേറ്റ് മൂസ്, സ്ട്രോബെറി, ചോക്കോ ലാവ ആൻഡ് ഒരു ചോക്ലേറ്റ് പാർഫേ, ചോക്ലേറ്റ് ഐസ്ക്രീം. ലുക്ക് സോ ഗുഡ് ആൻഡ് അമേസിംഗ്. Hi guys, good morning. Welcome to our new vlog. Welcome to another beautiful day from Goa. നല്ല കീഴിലും വൈബായിരുന്നു കേട്ടോ. ഇന്നലത്തെ നിങ്ങൾ കണ്ടില്ലേ, എന്ത് എൻജോയ് എന്ന് പറയാം. ഞങ്ങൾ ശരിക്കും എന്താ പറയുന്ന ഒരു ചിൽഡ് ഔട്ടായിട്ട്, ബഡ്ജറ്റ് അല്ല പക്ഷെ ചിൽഡ് ഔട്ടായിട്ട് എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് ഹൈ ക്വാളിറ്റി ലെവൽ ഓഫ് ഫുഡും അതുപോലെ തന്നെ ആംബിയൻസ് ഒക്കെ വേണമെങ്കിൽ ഗോവ ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. ബാംഗ്ലൂരും ബോംബെയൊക്കെ ഉണ്ടെങ്കിലും ട്രാഫിക് ബ്ലോക്കും അതൊക്കെ ക്രേസി അല്ലേ. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ബീച്ച് വൈബ്സും ഒരു സംഭവം തന്നെയാണ്. എക്സ്പെൻസീവ് ആണ് ഗോവ. ഒരിക്കലും നല്ല സാധനങ്ങൾ വേണമെങ്കിൽ എക്സ്പെൻസീവ് ആണ് ഗോവ. അത് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് പ്രൈസ് ഭയങ്കരമായിട്ട് കൂടും. തായ്ലൻഡും വിയറ്റ്നാമും വെച്ചൊക്കെ നോക്കുമ്പോൾ ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്. പക്ഷേ ഒരു സംഭവമായിരുന്നു. സോ ഇന്ന് ആരും റെഡി ആയിട്ടില്ല. 12:45 കേട്ടോ. ആരും റെഡി ആയിട്ടില്ല. ഞാൻ മാത്രം താഴെ നിന്ന് എല്ലാവരും വെയിറ്റിംഗ് ആണ്. എല്ലാവരും അവരവരുടെ റൂമിലാണ്. എഴുന്നേറ്റോന്ന് പോലും എനിക്കറിയില്ല. എയർബിഎൻബിയിൽ ഭയങ്കര തണുപ്പാട്ടോ. അത് കാര്യം എപ്പോഴെഴുന്നേറ്റ് അറിഞ്ഞോലില്ലേ. എത്ര പിന്നെ മോൻ കണ്ടാ പറയും. പ്രിയാണെങ്കിലോ ഒന്നും പറയണ്ട. എല്ലാരും കണക്കാ. ഗോവയിൽ വന്നിട്ട് എല്ലാരും മുറിയില്ല. അത് അന്ത് സെറ്റ് ചെയ്തായിരിക്കും. എന്തോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കും തേച്ച്. ഉണ്ടോ എന്നാലേ ട്രാവൽ ചെയ്യുള്ളൂ. അതെ അത് ഞങ്ങള് വിയറ്റ്നാമിൽ നിന്ന് തപ്പി ഒരു ദിവസം അന്ന് തേക്കാതെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തപ്പി വാങ്ങിയത് അത്. അതെ രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. അപ്പൊ ലഞ്ചില്ല. ആക്ച്വലി ലഞ്ച് ഞങ്ങൾ പോയ സ്ഥലത്ത് തന്നെ ഇപ്പൊ പോകുന്നത്. പക്ഷെ ലിബിന് അവിടെ പോകണം എന്ന് ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു പോയി. ഭയങ്കര നല്ല സീ ഫുഡ്. ഞങ്ങള് പോയില്ല. ഓ ഭാഗ്യമുള്ള ഭാര്യ. 2 years ആയി. 2 years കല്യാണം. അതോടെ കഴിഞ്ഞേട്ടാ. 10 വേണ്ട. ലിബിന്റെ കാര്യമല്ല. 3 വർഷം 4 വർഷം കഴിയട്ടെ. അതെ എഴുന്നേറ്റ് കുളിച്ച് വരുന്നുള്ളൂ ഓരോരുത്തര്. അതിനു മുമ്പ് ഞങ്ങളുടെ ഹാൻസം ബോയ്സിന്റെ ഒരു ഫോട്ടോ എടുക്കും ഒരുമിച്ചുള്ളത്. നിങ്ങളുടെ ഒന്നും ഡ്രസ്സിങ്ങും വൈബൊന്നും ശരിയല്ല അല്ലേ? അതെ നോക്ക്, 3 പേരുടെയും കോലം നോക്ക്. പിന്നെ കുശുമ്പ്. ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ അസൂയ അല്ലേ? ഞങ്ങളോട് തന്നെ അസൂയാന്ന്. ഇത്രയും നല്ല സ്വഭാവവും ഇത്രയും നല്ല ഭംഗിയും നിങ്ങൾക്ക് രണ്ടർക്കും ഉള്ളു. കണ്ട മീട്ടനെ നോക്ക്. അത് പറഞ്ഞപ്പോ മീട്ടയ്ക്ക് ഒരു അതെ ഇനി ട്രിപ്പ് വരണ്ട കേട്ടോ ഒരുമിച്ച്. തിരിച്ചു മീട്ടനെ പഴയ മീട്ടായിട്ട് കിട്ടില്ല. അതെ കാര്യങ്ങൾ പോലെ പറഞ്ഞു അങ്ങ് കൊടുക്കുക കേട്ടോ. വീട്ടോട്ട് വിളിച്ചു നിങ്ങൾ യൂഷ്വലി എന്തിനാ വഴക്ക്. അപ്പൊ അവരാലോചിക്കുന്നില്ല. ലിബി പറയും ഞാൻ ഒരിക്കലും വഴക്കുണ്ടാക്കാറില്ല. ഞാൻ ഒരിക്കലും ഒരു ഫൈറ്റ് സ്റ്റാർട്ട് കുഞ്ഞായിക്കോട്ടെ തന്നെ വന്നു വഴക്കും കാര്യങ്ങളൊക്കെ. നിങ്ങൾ പറഞ്ഞ ഉണ്ടാക്കാതിരുന്നാ മതി. എല്ലാരും നിങ്ങളെ പോലെ അല്ല, അത് മനസ്സിലാക്കുക. ഞാൻ ഫോൺ നമ്പർക്ക്
എന്തിന് പറഞ്ഞു തരാം അല്ലേ? എന്താ വേണോ? ഇന്നത്തെ നമ്മുടെ ലഞ്ച് പ്ലാൻസ് ഫാറ്റ് ഫിഷ് ഗോവ. ഇത് 33,000 റിവ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. തിരക്ക് കണ്ട കംപ്ലീറ്റ് പാക്ഡ് ആണ്. പക്ഷേ ഒരുപാട് സ്ഥലം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മിക്കവാറും സീറ്റ് കിട്ടും. ഇറ്റ്സ് വെരി ക്രൗഡഡ്, വെരി പോപ്പുലർ. പണ്ട് വന്ന ഒരു ഓർമ്മയുണ്ട്. എന്തായാലും താലി മീൽസ് ആണ് നമുക്ക് വേണ്ടത്. ഹോപ്പ്ഫുള്ളി അത് സോൾഡ് ഔട്ടായി കാണില്ല. ശരിക്കും ഒരു പോർച്ചുഗൽ ആംബിയൻസ് ആണ്. ഇതാണ് ആക്ച്വലി ഗോവൻ വൈബ് എന്ന് പറയുന്നത്. ഈ ഓപ്പൺ എയർ, കുറേ ഫാൻസ് ഇട്ട്, ഇതുപോലെ ഒരു ബാലി രീതിയിലുള്ള ലൈറ്റ്സ്, സം മ്യൂസിക്. ഇറ്റ്സ് ഒരു വൈബ്രന്റ് അറ്റ്മോസ്ഫിയർ ആണ്. കംപ്ലീറ്റ് അടിപൊളി സ്ഥലം. ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഏതാണെന്നറിയോ? നമ്മൾ പണ്ട് വന്ന് ചോക്ലേറ്റ് താലി കഴിച്ച ബീച്ചിൽ സ്ഥലം കിട്ടി. ഓപ്പൺ ആണ്. ആ സൂപ്പർ സ്ഥലമാണ്. ഈവനിങ് സെറ്റാക്കി. ലാ പ്ലാഗ് നോക്ക്. ഫ്രഞ്ചുകാരന് ഫ്രഞ്ച് സ്ഥലം, ഫ്രഞ്ച് ആൾക്കാരെ നടത്തുന്നത്. അപ്പൊ പൊട്ടയായിരിക്കും. ലാ പ്ലാഗ് കേട്ടാ. PLAG. പോർക്ക് റവ ഫ്രൈ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില്ലി പോർക്ക് വന്നിട്ടുണ്ട്. ഈ താലിയും സ്ക്വിഡ് വരാറുണ്ട്. സ്ക്വിഡ് വന്നിട്ടില്ല. ഈ പോർക്ക് ഞാൻ കഴിച്ചു നോക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആണ്. ആക്ച്വലി ഒരു ചൈനീസ് ഗോവൻ ട്വിസ്റ്റാണ്. വിനേഗറും നല്ല ഫ്ലേവറും ഉണ്ട്. ആ സമയത്ത് അത്യാവശ്യം സോസിയാണ്. മസാല ഇല്ല ഇതിൽ. സോസും വിനേഗറും ആണ് മെയിൻ സംഭവം. പ്രോൺസ് റവ ഫ്രൈ, അതിൽ നിന്ന് മസാല വരെ വീഴുന്നുണ്ട് കേട്ടോ. ഓ ഇവിടെയായിരുന്നല്ലോ. അവിടുത്തെ കാര്യം വെക്കോ. മസാലയുണ്ട്, ക്രിസ്പിനെസ് ഉണ്ട്, നല്ല വലിയ പ്രോൺസും ആണ്. അടിപൊളി. ഒരു KFC പ്രോൺസ്. അത് തന്നെ KFC പ്രോൺസ്, വെരി ഹൈ ക്വാളിറ്റി. ഉണ്ടോ? എല്ലാം ഉണ്ട്. കണ്ടോ താലി വന്ന് ഞാൻ കാണിച്ചു തരാം. അമ്മ ഇവരുടെ ഫിഷ് താലി നോക്ക്. നമ്മൾ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചു. ആ മീനിന്റെ സൈസ് നോക്ക്. 550 രൂപ ഉള്ളൂ. ഇത്രയും മീനുണ്ട്. അതിൻ്റെ കൂടെ ക്രാബ്, പ്രോൺസ് ഇല്ല കേട്ടോ. ഇത് മറ്റേ കല്ലുമ്മക്കായുടെ കറി ഇതുണ്ട്. കറി, ഫിഷ് കറി, ക്രാബ് കറി. ഇത് മറ്റേ കല്ലുമ്മക്കായ റോസ്റ്റ്, പച്ചക്കറികൾ, പിന്നെ ബീട്രൂട്ട് സാലഡ്. അതിലൂടെ ഒരു തോരനും ഇത്രയും വലിയ ഫിഷ് കറി. ഇത് സെറ്റപ്പാട്ടാ. സ്ക്വിഡ് എങ്ങനെയുണ്ട്? സ്ക്വിഡ് തവ ഫ്രൈ. ഇവിടെ എല്ലാം സെറ്റപ്പാന്ന് തോന്നുന്നു കേട്ടാ. സീ ഫുഡ്, സ്ക്വിഡ് അടിപൊളി. ഇതൊരു കേരള സ്ക്വിഡ്. ഇതല്ല അടിപൊളി കേട്ടോ. ഇത് കണ്ണീര് വരുമോ? ആനന്ദ കണ്ണീര് വരുമോ? കരഞ്ഞു കഴിഞ്ഞോ? അത് മതി. സീ ഫുഡ്, നല്ല സീ ഫുഡ് കഴിച്ചാൽ കരയും കേട്ടോ ലിബിൻ. അതാണ് ലിബിന്റെ സ്വഭാവം. മീട്ട ഉണ്ടാക്കുവോ മീൻകറിയൊക്കെ? ആണോ? അമ്മോ. അപ്പൊ മീട്ടയുടെ കുക്കിങ്ങിന്റെ ഒരു വീഡിയോ ഞാൻ വരും ചെയ്യാൻ. ഉറപ്പാണോ? ഓക്കെ. മീൻകറി ഒഴിച്ച് നമുക്ക് കുറച്ച്. ഇത് ഭയങ്കര ഇന്റൻസ് ചെമ്മീൻ ഫ്ലേവറേ. ഫിഷ് ഫ്രൈ നല്ല ഫ്രഷ്, നല്ല കിട്ടിലൻ വെൽ കുക്ക് ഫിഷാണ്. പക്ഷെ മസാല ഭയങ്കര കുറവാണ്. ഒരു ബ്ലാൻഡ് ഫീലിംഗ് ഉണ്ട്. പക്ഷേ ആ ഫിഷ് മീൻകറിയിലൂടെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ചെമ്മീനും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെറ്റാണ്. അതുപോലെ തന്നെ ഈ ക്ലാംസ് ഉണ്ടല്ലോ, ശരിക്കും ഗരം മസാലയൊക്കെ ഇട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ പ്രിപ്പറേഷൻ. ഗൈസ്, ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോൺസ് അടിപൊളിയായിരുന്നു, പോർക്ക് കുഴപ്പമില്ലായിരുന്നു, സ്ക്വിഡ് അടിപൊളിയായിരുന്നു. ഏറ്റവും ഹൈലൈറ്റ്, ഏറ്റവും ഡിമാൻഡുള്ള സാധനം സീ ഫുഡ് താലിയാണ്. പക്ഷെ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ഫുഡ് ആ റവ ഫിഷ് ആയിരുന്നു. പക്ഷെ ഇതിൽ ഇത്രയും വലിയ മീനായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. കാരണം പ്രോൺ, സ്ക്വിഡ് ഫ്രൈ, റവ ഫ്രൈയിൽ മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ബ്ലാൻഡ്. മസാല ഉണ്ട് പക്ഷെ പിടിച്ചിട്ടില്ല. മസാല ഇട്ടിട്ടുണ്ട്, കണ്ടോ? പിടിച്ചിട്ടില്ല. പിന്നെ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രാബും വലിയ ഗുണമൊന്നുമില്ല. ഓവറോൾ ഒരു കൊങ്കണി ക്യാൻറ്റീനെ കാട്ടി ബെറ്റർ അല്ല. കൊങ്കണി ക്യാൻറ്റീനാണ് ഇപ്പൊ ഞാൻ. ഇത് ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട്. മേരിയൻ കലിപ്പിലായി കേട്ടാ. മറ്റേ ഫിഷ് ഫ്രൈക്ക് വികാരം ഇല്ലാത്തതിന്റെ ഒരു ദേഷ്യത്തിലാണ്. ഭാര്യക്ക് ഫുഡിൽ ഇത്രയും പെർട്ടിക്കുലർ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തോ ഇത് സെറാഡൂറ. അപ്പടി ആദ്യമേ കഴിക്കുക പുഡിങ്. അതൊരു പുഡിങ്.
അത്ര അറിയുള്ളൂ. ഫോട്ടോ എടുക്കാല്ലോ പറഞ്ഞ, കഴിക്കാനാ പറഞ്ഞ. അത് പറ്റില്ല. എന്താന്നറിയില്ല, കഴിച്ചു നോക്ക്. പുഡിങ്ങാ, അത് മാത്രം അറിയാം. സെറാഡൂര നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഉള്ളിലെങ്കിൽ കുഴപ്പമില്ല. എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഓർഡർ ചെയ്തിട്ട് നമുക്ക് നോക്കാന്ന്. ആ ഭാഷ മാറി, മറ്റേ മമ്മൂട്ടിയായി മറ്റേതില്ലേ ടേസ്റ്റ് ചെയ്ത് നോക്കും. എന്താ ഒരു പേടി? അതല്ലേ ഇത്ര നേരം പറഞ്ഞേ. ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്യേണ്ടി വരുമോ? നല്ല ഭയങ്കര സ്വീറ്റ് അല്ല. വേറെയോ? ബെബിങ്ക ഇഷ്ടപ്പെടില്ല ചിലപ്പോ. എന്തായി? എന്തായി തീരുമാനം? അതെന്നെ പറഞ്ഞ. എന്താ ഓർഡർ ചെയ്തേ? ബെസ്റ്റ്. പിന്നെ എന്തിനാ അവിടെ പോയി 1 മണിക്കൂർ ഡിസ്കഷൻ ചെയ്തേ? ഇല്ല, ഉച്ചക്ക് ചോക്ലേറ്റ്, വൈകുന്നേരം ചോക്ലേറ്റ് താലി വേണ്ട. ഞങ്ങളുടെ തന്നെയാ ബെറ്റർ. ഫോട്ടോ 3 ബോയ്സ് ഉള്ളത് എടുത്തതിന്റെ അല്ല, മോഡൽസിനെ ഗുണോ. പിന്നെ ഫോട്ടോഗ്രാഫർ എങ്ങനെ? എന്നാലും അത് AI ചെയ്ത് ഞങ്ങള് കറക്റ്റ് ആക്കിയത്. എടുക്ക്. ഇപ്പൊ എന്താ പരിപാടി? എങ്ങോട്ട്? വീട്ടില് നല്ല ബീച്ചാണെന്നാ കേട്ടെ. എന്നാ പോ, വീഡിയോ എടുക്കണം ബീച്ചില്. അപ്പൊ വേഗം റൂമിൽ പോയിട്ട് 5 മിനിറ്റിൽ ഇറങ്ങണം കേട്ടാ. ഇറങ്ങിക്കോണം. കെട്ടിപ്പിടിച്ച് ഉറങ്ങാനുള്ള സമയമല്ല ഇത്. ഗൈസ്, നിങ്ങളെ ഗോവയിൽ പല രീതിയിലുള്ള ഫുഡ് വ്ളോഗ്സ് ഒക്കെ കണ്ടു കാണുമല്ലോ. ഇഷ്ടം മാതിരി ഉണ്ട്. ബീച്ച് കഫേസ്, അത് അങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡ്, സ്ട്രീറ്റ് ഫുഡ് എല്ലാം. പക്ഷേ ഞാൻ ഒരു 7 വർഷം മുമ്പ് ഒരു സ്ഥലത്ത് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ ഡിഷ്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് വളരെ, ഇത്രയധികം ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാ ടേസ്റ്റൊന്നും മനസ്സിൽ നിൽക്കില്ല, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നിൽക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്തേക്കായിരിക്കും ഇപ്പം നമ്മൾ പോകുന്നത്. ആൻഡ് നല്ല ഒരു സെറ്റിങ്ങുമാണ്. സോ എനിക്ക് തോന്നുന്നു ഹോപ്പ്ഫുള്ളി ഇപ്പോഴും അത് ആ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ 100% വരാൻ പറ്റും. ഇപ്പോൾ ഉച്ചയ്ക്ക് പോയ ഫാറ്റ് ഫിഷ് ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവർ പോയാൽ കഴിക്കാമെന്നേ ഉള്ളൂ, അതിനുവേണ്ടി ഒന്നും എഫേർട്ട് എടുക്കണ്ട. പക്ഷേ ഈ സ്ഥലം നമ്മൾ വിചാരിക്കുന്ന സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കഴിക്കാവേ. വളരെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെയാണ്. ലാസ്റ്റ് മെയിൻ റോഡിൽ നിന്ന് ഈ നല്ല നല്ല സ്ഥലങ്ങൾ എല്ലാം ഈ ഉള്ളിലേക്കുള്ള ഒരു പരിപാടിയായിരിക്കും. എല്ലാവരും ബീച്ച് തപ്പിയാണ് പോകുന്നത്. ഇവിടെ ഒന്നും ബീച്ചിൻ്റെ ഒരു അനക്കം ഇല്ലാന്ന്. പക്ഷെ ഏറ്റവും നല്ല ബീച്ച് നോർത്ത് ഗോവയിലെ ഈ മോർജും ബീച്ചാണെന്നാണ് കേട്ടത്. എനിക്ക് പ്രിയ നല്ല ബുട്ടീക്കുണ്ട്, നോക്കിക്കേ കണ്ടാ. ഇത് കംപ്ലീറ്റ് ഒരു മാർക്കറ്റ് പോലെയാണല്ലോ. ഇല്ലായിരുന്നു. ഇതിപ്പോ ഭയങ്കര സെറ്റപ്പായി അല്ലേ, ഭയങ്കര ഡെവലപ്പായി. രസമല്ലേ ഇതിന്റെ എൻട്രൻസ് ഒക്കെ? ഇത്ര ഇങ്ങനെ തന്നെയായിരുന്നു അന്നും, ഒരു ഓർമ്മയില്ല കേട്ടാ. അപ്പോൾ തന്നെ അതെ പക്ക ഒരു ബീച്ച് ഫീലിംഗ് ആണ്. ഇതൊക്കെ ദില്ലു നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ച് തരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. പോടാ, നിങ്ങൾ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ലിറ്ററലി ബീച്ചിൽ കയറിയ ഫീലിംഗ് ആയി. ബ്യൂട്ടിഫുൾ കേട്ടോ, ബ്യൂട്ടിഫുൾ പ്ലേസ്, കാം, പീസ്ഫുൾ. ഒരു അലമ്പ് ക്രൗഡൊന്നും വരാത്തൊരു സ്ഥലമാണ്. ആ സമയത്ത് യു ഹാവ് റൈറ്റ് ബീച്ച് ഇൻ ദ ഫ്രണ്ട്. ജസ്റ്റ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു ഫ്രഞ്ച് കപ്പിളാണ് നടത്തുന്നത് കേട്ടോ. പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പം ആരെങ്കിലും എടുത്തോന്നും അറിയില്ല വേറെ. ഇതിവിടെ ആക്ച്വലി ഒരു ലിമിറ്റഡ് മെനു ആണ്. പണ്ട് ഇവിടെ ബർഗേഴ്സും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റാർട്ടേഴ്സാണ് കൂടുതൽ കാണിക്കുന്നത്. സ്റ്റാർട്ടേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ ഒരു ലപ്ലാജ് ചോക്ലേറ്റ് താലിയാണ്. പക്ഷേ ഡ്രിങ്ക്സിന് ഭയങ്കര മെനു ആണ്, ഒരുപാട് ഡ്രിങ്ക്സ് ഉണ്ട്. ഈ സൈഡും ആ സൈഡും ഒക്കെ ആയിട്ട് ഇത് വൈൻസും അതുപോലെ തന്നെ ഫ്രഞ്ച് വൈൻസും കോക്ടെയിൽസും മോക്ടെയിൽസും കോഫീസും എല്ലാം ആയിട്ട് കുറേ ഡ്രിങ്ക് ഉണ്ട്. എല്ലാവരുടെയും ടെൻഷൻ്റെ ഈ തെങ്ങാണ് കേട്ടോ.
അന്തുവിന്റെ തലയുടെ മുകളിലും പ്രിയയുടെയും എന്റെയും തലയുടെ മുകളിലോട്ട് ഇരിക്കുന്നത്. ലിബിനും മീറ്റേ സേഫാ. ഇത് തല വീഴോ അതാ അവിടെ ആടുന്നത്. ഇപ്പൊ അതിപ്പോ മേരിയാന്റെ തലയെ വീഴുവോ, എന്റെ തലയെ വീഴുവോ, ദില്ലുന്റെ തലയെ വീഴുവോ? നമുക്ക് നോക്കി നിക്കാം. ഇതാണ് ഇവരുടെ ചോക്ലേറ്റ് താലി. ലുക്ക് സോ അമേസിംഗ് നോ. ഇതില് ചോക്ലേറ്റ് ട്രഫിൾസ്, എന്തോ ഒരു ചോക്ലേറ്റ് ബോൾസ്, ഐ മീൻ ഒരു എന്താ പറയുന്ന ഒരു മൂസ് പോലത്തെ. ഇതാണ് ഡാർക്ക് ചോക്ലേറ്റ് മൂസ്, സ്ട്രോബെറി, ചോക്കോ ലാവ ആൻഡ് ഒരു ചോക്ലേറ്റ് പാർഫേ, ചോക്ലേറ്റ് ഐസ്ക്രീം. ലുക്ക് സോ ഗുഡ് ആൻഡ് അമേസിങ്. എല്ലാം ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസും ആണ്. എല്ലാരും തുടങ്ങിക്കോ, എന്തെങ്കിലും ഒക്കെ തുടങ്ങിക്കോ. എന്താ ജെലാറ്റോ ആണോ സോർബേ ആണോ? എല്ലാരും എന്തൊരു അറ്റാക്കിങ് ഇത്. അത് ചോക്കോ ലാവ. ഓ നല്ല ചൂടാ. ആ സംഭവമായിരിക്കും കേട്ടാ. ഇതല്ലേ ചോക്ലേറ്റ്? ഏത്? ഇത് റിവ്യൂ ഒന്നും പറയാൻ കിട്ടില്ല കേട്ടാ, അത്രയും പെട്ടെന്ന് പോകും. ഇത് നമ്മുടെ ഇത് ബൗണ്ടി പോലെ എന്ന് പറയുന്നത്. ബൗണ്ടി ഇത് കൊള്ളാലോ. ബൗണ്ടി ആ അതാ സംഭവമായിട്ടുണ്ട് കേട്ടോ. ഇത് അധികം സ്വീറ്റ് അല്ല, എല്ലാം നമ്മൾ വിചാരിച്ച പോലെ ഒരു ഭയങ്കര മധുരവും അങ്ങനെയൊന്നും കാണില്ല. ഇത് ആക്ച്വലി ഒരു തിരാമിസുവിന്റെ ഒരു കേക്ക് പോലെ ഉണ്ട്, സോക്ഡ് വിത്ത് കോഫി ആണ്. ആൻഡ് ഇതെന്തായിരുന്നു? ഇതാരെങ്കിലും ട്രൈ ചെയ്താ? ഇല്ല. എന്താ ചോക്കോ ലാവ? ഓ ചോക്കോ ലാവയൊക്കെ വേറെ ലെവൽ ചോക്ലേറ്റ് ആട്ടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. മാക്സിമം ഒരു 5 മിനിറ്റ് കംപ്ലീറ്റ് കാലി. ലാസ്റ്റത്തെ കസ്റ്റേർഡ് മാത്രം പ്രിയ കുടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതെ, ആർക്കും വേണ്ടാത്ത. തേങ്ങ വീഴുവോ വീഴാതിരിക്കുവോ ഒന്നും അറിഞ്ഞില്ല 5 മിനിറ്റത്തേക്ക്. നടക്കണ്ടേ? ഓടണോ ആ സായിപ്പിനെ പോലെ? 60 വയസ്സായ സായിപ്പ് ടോപ്ലെസ് ആയിട്ടാ ഓടുന്നത്. ആ അതുവരെ ഓടില്ല. ഒരു ഗുണം ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്, കൂടുതൽ ഒബ്വിയസ്ലി ഇന്ത്യൻസ് ഉണ്ടെങ്കിലും കൂടുതൽ ഫോറിനേഴ്സ് ആണ് മൊറിഷ്യൻ ബീച്ചിൽ. പിന്നെ ഇതുപോലെ ബീച്ചിൽ തന്നെ കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വേറെ ഷാക്സും കോഫി ഷോപ്സും എല്ലാം ഉണ്ടോ എന്നുള്ള നോക്കിയാണ് ഞങ്ങൾ നടത്താം. ഇവിടെ നമുക്ക് ഫുഡ് മസാജും കിട്ടും ഇതുപോലത്തെ ലൗഞ്ച് ചെയർസിൽ. നല്ലതാണോന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു റിലാക്സേഷൻ ഫീലിംഗ്. ഒരുപാട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ലുക്ക് അറ്റ് ദിസ്. ഒരു ബീച്ച് ക്ലബ്ബ് പോലത്തെ ഒരു സംഭവം. പൂളില്ലാന്നേ ഉള്ളൂ, റൈറ്റ് ഓൺ ദ ബീച്ചാണിത്. ഇത് നമ്മുടെ മൊറിഷ്യൻ ബീച്ച്. ഇത് ഒരു ബീച്ച് ക്ലബ്ബാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നല്ലൊരു കിട്ടിലൻ ഷാക്ക് അവിടെ, ഫാർസി ബീച്ച് കഫേ. ദാറ്റ് ഓൾസോ ലുക്സ് റിയലി ഗുഡ്. ഭയങ്കര ഒരു കൂൾ പ്ലേസ്, അടിപൊളി. അതുപോലെ കുട്ടികൾ കിഡ്സ് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് അവിടെ ഇതുപോലെ സ്ലൈഡൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അത് നേരെ നല്ല ബീച്ചും, അടിപൊളി കേട്ടോ. സൂപ്പർ പ്ലേസ്, ഭയങ്കര വൈബ്. ഞങ്ങൾ വിചാരിച്ചു മദാമ്മമാരെ ഇരിക്കുന്നതെന്ന്. ആ ഇരിക്കുന്ന സ്റ്റൈലും ആ ലുക്കൊക്കെ കണ്ടപ്പോ ഞങ്ങൾ പിന്നെ വാ നോക്കാത്തോണ്ട് നിങ്ങളെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. വാ നോക്കാത്തോണ്ട് നിങ്ങളെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന്. എന്ത് ഇതിന്റെ കളർ നോക്കിക്ക്, ഭയങ്കര രസം. മൾട്ടിപ്പിൾ കളേഴ്സ് ആണ്. കാം, ഒരു ബഹളവും ഇല്ല, അലമ്പില്ല. ബ്യൂട്ടിഫുൾ ഫീലിംഗ് കേട്ടോ. നല്ല ബീച്ചാണ്. കുറച്ച് ഞാൻ കാണിച്ചു തന്നില്ലേ, നല്ല ബീച്ച് ഷാക്സ് ഉണ്ട്. ഇവിടുത്തെ ഫുഡ് വലിയ ഗുണമൊന്നും കാണില്ല, എന്നാലും ഇങ്ങനൊന്നും ഇരിക്കാമല്ലോ അറ്റ്ലീസ്റ്റ്. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ചാണ്. അടിപൊളി ഫീൽ കേട്ടോ, ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആൻഡ് നല്ല കമ്പനി. നമ്മൾ കുറച്ച് ഡ്രിങ്ക്സ് മാത്രം ഓർഡർ ചെയ്തത്, കാരണം ഡിന്നർ അടിപൊളി സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിബിൻ ഇത് മസാല ചായ്, ബീച്ചിൽ വന്നിരുന്ന് കുടിക്കുന്ന സാധനോ.
അതെ വൈബ് ഇല്ലാത്തവരായി പോയി അല്ലേ? ജെഫ്രി വേണമായിരുന്നു. തലറങ്ങി വീഴും. ജോഗി കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളത് ബീച്ചിൽ വന്ന് ഗോവയിൽ കുടിക്കുന്നത് ഐസ് കോഫിയും ചായയും കാപ്പിയും, ഒരാളവിടെ ഗ്രീൻ ടീ. അവിടെ വരെ എത്തി. ആണോ? ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇത് തന്നെ എല്ലാരും ഹാപ്പി ആയി ചില്ല് ചെയ്യുക, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ക്രിയേറ്റ് മെമ്മറീസ്. അതിന് നല്ല നല്ല സ്പോട്ട്സ് കണ്ടുപിടിക്കുന്നു. ജസ്റ്റ് ഒരു ഫൺ, എന്താ പറയുക, ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്ളോഗിങ്ങിന് വേണ്ടി വ്ളോഗ് ചെയ്യാത്ത ഒരു വെക്കേഷൻ വ്ളോഗാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അടുത്തൊരു സ്ഥലം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോവാം. ഇവിടെ മിക്ക നല്ല സ്ഥലങ്ങളിലും റിസർവേഷൻ വേണം, അല്ലെങ്കിൽ സീറ്റ് കിട്ടാൻ പാടാം. ആൻഡ് ഇവിടുത്തെ ലോക്കൽ ഇൻഡസ്ട്രി, ഇവര് നാഗാലാൻഡിൽ നിന്നുള്ള സോപ്പും ക്രീമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ലോക്കൽ ഒരു ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. നല്ല മണമുള്ള ഒരു ഹാൻഡ് ക്രീമും സോപ്പ്, കുളിക്കത്തതില്ല ഇത് വെച്ച്, സോപ്പും ഉണ്ട്, ഡോഗ് സോപ്പും ഉണ്ട്. അത് പറഞ്ഞാൽ ഞാൻ വാങ്ങി. ആര് സ്വിം ചെയ്യും? അതെ, അല്ലെങ്കിൽ വെള്ളത്തെങ്കിലും ഇറങ്ങാൻ പഠിക്കുക. ഞാൻ ഇത് വാങ്ങിയേട്ടാ, ഒരു സോപ്പ്, നാച്ചുറൽ സോപ്പും ഹാൻഡ് ക്രീമും. ഇങ്ങനത്തെ കാട്ടി ബിക്കിനിയാ. പഠിക്കാൻ പോണോ? വേണ്ട, നടക്കാത്ത കാര്യം പറയാ. എല്ലാരും പറയും ഞാൻ ഡിസ്കറേജ് ചെയ്യാം. ഞാൻ ഡിസ്കറേജ് ചെയ്യല്ല, ഇത് സത്യാവസ്ഥയാ. ബാക്കി എല്ലാத்தைയും ഞാൻ എൻകറേജ് ചെയ്യും. വേണമെങ്കിൽ ഒരു കോടിയുടെ ബിസിനസ് തുടങ്ങിക്കോ, കടം വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ സ്വിമ്മിങ് പഠിക്കില്ല. അങ്ങനെയാണ്, എനിക്കറിയാലോ. അത്രയും പേടിയല്ലേ. ബാട്ടബിൽ കയറിയ തല ഇറങ്ങുന്ന ആളെ എങ്ങനെ സ്വിമ്മിങ് പഠിക്കും? ചിലർക്ക് ചില കാര്യങ്ങൾ പറ്റില്ല. അത് വേണ്ട, അത് വെർസാച്ചിയുടെ പോലെ ഉണ്ട്. ഇവിടെ നല്ല ക്വാളിറ്റി സാധനങ്ങളുണ്ട് കേട്ടോ പർച്ചേസ്. ചിലതൊക്കെ റേറ്റ് കൂടുതലായിരിക്കും, ഏതൊക്കെയോ. ഓ അടിപൊളി, ഇതൊന്നും വേറെ എവിടെയും കിട്ടില്ല. ഡിസൈനർ വെയർ എത്ര എന്നൊക്കെ? 5000? വേണ്ട, സ്വിമ്മിങ് പഠിക്കണ്ട, ഇതിട്ട് പഠിക്കണ്ട. നല്ലതാണോ? ഇവര് ഫ്രാൻസിലൊക്കെ ഉണ്ടെന്ന്. ആണോ? എടുക്ക്, സബ്സ്ക്രൈബറിന്റെ ഒപ്പീനിയൻ നോക്കട്ടെ. ആസ് ഇമ്പോർട്ടന്റ് യുവർ ഒപ്പീനിയൻ ഇസ്, സബ്സ്ക്രൈബറിന്റെ ഒപ്പീനിയൻ എനിക്ക് ഇമ്പോർട്ടന്റ്. അവര് പറഞ്ഞിട്ടാണ് കുറെ സാധനങ്ങൾ വാങ്ങിയത്. ഇതൊരു മനീഷ് മൽഹോത്ര ഷർട്ട് പോലെ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയൂ. റയോൺ ഫാബ്രിക്. ഇവർക്ക് ഫ്രാൻസിൽ ഔട്ട്ലെറ്റ് ഉണ്ട്. മെയ്ഡ് ഇൻ ഗോവ ആൻഡ് ആസാം. വെരി നൈസ്. ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ ഡിസൈനർ ഷർട്ട്. ആണോ? യാ. എടുത്താലോ? ഇതിന്റെ കൂടെ യു നീഡ് ടു വെയർ വൈറ്റ് ലിനൻ പാന്റ്സ്. ആ ലക്കോസ്റ്റയുടെ ഇല്ലേ? ലിനൻ പാന്റ്സ് നല്ല ഭംഗിയായിരിക്കും. ഷോർട്സ് ഇടാലോ. കാല് മാത്രം എനിക്ക് കാണാം. നല്ല കേട്ടാ, വെരി നൈസ്. ഇതൊരു അതൊന്നും കുഴപ്പമില്ല. അതിപ്പോ ഇങ്ങനത്തെ ആ ബ്ലോട്ടിങ് ഉള്ളതുകൊണ്ടല്ല, അല്ലെങ്കിൽ വയറില്ലല്ലോ. കൈയും എല്ലാം മെലിഞ്ഞിരിക്കുന്നത്. നെക്കിലത്തെ ബോൺ വരെ കാണാം. നല്ലതായിട്ടുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ആ ഇതിനെ ലൂസ്, ഇത് ഓൾട്ടർ പോലും ചെയ്യണ്ട. കേറിയ നല്ല രസമുണ്ട് സ്കേർട്ട്. ആ സ്കേർട്ട് അത് വേറെ ടോപ്പാ. ഇത് വേറെ ടോപ്പ് ഇല്ലാത്തത്. അതിന് വേണമെങ്കിൽ നമുക്ക് സ്പെയിനിൽ പോവാം. ഇതെടുത്തോ, നല്ലതാ. ആ സമാധാനായി. ഒരു കാര്യമില്ലായിരുന്നു ഇവിടെ കയറണ്ട. 10 രൂപ പോയി. ഞാൻ എന്താ ഇത്ര ഹാപ്പി? അങ്ങനെയാണ് അന്തു. അല്ല ഓക്കെ, 10% ഡിസ്കൗണ്ട് നെക്സ്റ്റ് ടൈം. ഇനി ഈ ഭാഗത്തേക്കേ ഇല്ല. ആ പോയിക്കേ. ഞങ്ങള് പറഞ്ഞില്ലേ, എപ്പ കഴിക്കാൻ പോയാലും എവിടെയും ഒന്നും ഇല്ലാത്ത ചുറ്റുവട്ടത്തായിരിക്കും. ഇവിടെ കൂടെ നടന്നു പോകണം. അന്നെക്കാട്ടി വേറെ നമ്മുടെ വില്ല പോയി പാർക്ക് ചെയ്യുന്ന തോന്നുന്നു. ആ ഇവിടെ എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടാ. ഇവിടെ വില്ല 259 എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. കോണ്ടിനെന്റൽ ഫുഡാണ്. കുറെ പട്ടികൾ എന്തൊക്കെയോ എടുത്തോണ്ടും പോകുന്നുണ്ട്. തുണി ആ പട്ടി കുട്ടീനെ കണ്ട് എടുത്തോണ്ട് പോകുന്നതെന്ന് തോന്നുന്നു. ഗോവയിൽ എന്തോരം നല്ല സ്ഥലങ്ങളല്ലേ. നമ്മള് ഫുൾ ഗോവ ഒന്നും കറങ്ങിയില്ല. ഈ കൊച്ചു ഏരിയ മാത്രമേ കറങ്ങിയുള്ളൂ. എന്നിട്ട് തന്നെ എന്തോരം ഡൈനിങ് ഓപ്ഷൻസ് ആണ് നോക്ക്. നല്ല ആംബിയൻസും.
പോ ഇതൊക്കെ ഭയങ്കര ഇതാണ്. ബാക്കിൽ പാർക്കിംഗ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ ഡിഫറെന്റ് റെസ്റ്റോറൻറ്റ്സിന് ഇടയിൽ കൂടെ പോകുന്നത്. ഇവിടെ കുറെ ബാറ്, സാൻഡ്വിച്ച് ഷോപ്സ്, അങ്ങനെ പലതും ഉണ്ട്. ഇത് നല്ല രസമുണ്ട് ഈ ഏരിയ ഒക്കെ. നമുക്ക് ഓ ഇതാ അടിപൊളി സെറ്റപ്പാ കേട്ടാ. ഇത് തന്നെയാ, എന്ത് രസമല്ലേ. ആ പുറത്തിരിക്കുന്നതായിരിക്കും ഫീല്. എങ്ങനെയുണ്ടോ നോക്കട്ടെ. എല്ലാം ഒരു പഴയ ഹൗസസിന്റെ രീതിയിലുള്ള ഇന്റീരിയേഴ്സ് ആണ്. ആൻഡ് അകത്ത് വലിയ തിരക്കൊന്നുമില്ല. നോക്ക്, വെരി നൈസ്, ബ്യൂട്ടിഫുൾ. എല്ലാ സ്ഥലവും നല്ല എഫേർട്ട് എടുത്ത് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ലൊരു പൂൾ ടേബിൾ ഉണ്ട്. ഈ ഏരിയക്ക് അവർ ഡൈനിങ് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ അത് ചെയ്യാതെ ആംബിയൻസിന് വേണ്ടി ഒരു പൂൾ ടേബിളും എയർ കണ്ടീഷൻ്റെ ഒക്കെ ആയിട്ട് ചെയ്യുന്നു. എങ്കിലും കുറേ നല്ല ബ്യൂട്ടിഫുൾ സീറ്റിംഗ് കോർണേഴ്സ് ഉണ്ട്. കോർണേഴ്സ് ഇത് ഇതുപോലെ. ഇവിടെ ഒരു പ്രൈവറ്റ് കപ്പിളിൻ്റെ ഡൈനിങ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. എൻ്റെ ഡ്രിങ്ക് വന്നിട്ടുണ്ട്. അത് ഒരു മിക്സഡ് ബെറി ഡ്രിങ്ക് ആണ്. പ്യൂറേ, മിക്സഡ് ബെറി പ്യൂറേ ആക്കിയിട്ട് കുറച്ച് ജിഞ്ചറയിലും സോഡയൊക്കെ ഇട്ടിട്ട്. ചെറിയിലേക്ക് ആർക്കൊക്കെയോ നോട്ടമുണ്ട്. മാത്രമുള്ളോ? ചെറി വേണോ? വേണോ ചെറി? ആ അപ്പോ ഒരെണ്ണം മതി. ഓ ഈ ചെറിക്ക് ഹാർട്ട് ഷേപ്പ് ഉണ്ടല്ലോ. അതെന്താ ഭാര്യ ആദ്യത്തെ കാണില്ല. റൊമാൻറ്റിക് ആയിട്ട് ഹാർട്ട് ഉള്ളവർക്ക് ഹാർട്ട് കാണുള്ളൂ. ആ അത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. നശിപ്പിക്കുന്ന മീറ്റ് തന്നെ. ആ കണ്ട, ലിബിൻ വന്നേ പിന്നെയാണ് ഇങ്ങനെ ആക്കിയത്. പിടിച്ചു കിടത്തും, ഉറക്കും. ആ ഉച്ചയ്ക്ക് ഉറക്കം നല്ലതാ. ശരി അല്ലേ? ആ അത് പക്ഷെ ആ ബ്രേക്ക് ആയി കഴിഞ്ഞാ പിന്നെ പ്രശ്നമാ. ആ പ്രിയയുടെ ഡ്രിങ്ക് ആണ് ഏറ്റവും ഭംഗിയായിട്ടാ. അതിലാണ് ഞങ്ങളുടെ ഒക്കെ നോട്ടം. ഞാൻ കുടിച്ചു നോക്കട്ടെ. അതിലും ചെറിയുണ്ട്. ഇത് പക്ഷെ കൊള്ളാം കേട്ടോ. ഒരു വെർജിൻ പിനക്കൊള്ളാടെ പോലത്തെ ഒരു ഡ്രിങ്ക് ആണ്. ചിക്കൻ വിങ്സ് എടുക്ക്. ചെറിയ വിങ്സ് ആട്ടാ, സൈസ് ഒന്നും ഇല്ല. ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. നോക്ക്, കാണില്ല, മധുരമായിരിക്കും ചിലപ്പോ. ഇത് ആ ജ്യൂസ് അല്ല, അന്തുന്റെ അല്ലേ മെലിഞ്ചിരിക്കുന്നത്. ഭയങ്കര ക്ഷീണം. ഞങ്ങളുടെ ഒക്കെ പക്ക സൈസ് ഇല്ല അല്ലേ. ഇത് വിങ്സോ? നോർമൽ വിങ്സ്. ഓക്കെ, ഗ്രേറ്റ്. അത് സ്മോക്ഡ് ആയതുകൊണ്ടാ. അത് പറ്റില്ല. ഒക്കെ കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇത് നല്ല ഭയങ്കര തിന്ന. ഇത്രയും തിൻ ക്രസ്റ്റ് എവിടെയും കണ്ടിട്ടില്ല. അത്രയും തിൻ ക്രസ്റ്റ് ആൻഡ് ദെൻ നൈസ് സ്മോക്കി ബാർബിക്യൂ ചിക്കൻ പിസ്സ. ടേസ്റ്റ് അറിയില്ല. ഇത് പ്രിയയുടെ പെസ്റ്റോ പാസ്ത. എല്ലാം പി ആണല്ലോ. പ്രിയ പെസ്റ്റോ പാസ്ത. അതെ. എൻ്റെ ഫിനിഷിംഗ് ഓഫ് വിത്ത് സം നൈസ് ഹ്യൂജ് പോർക്ക് ചോപ്സ്. അതിൻ്റെ കൂടെ കുറച്ച് ആസ്പെറൽസും ഉണ്ട്. അതുപോലെ തന്നെ പൊട്ടാറ്റോ എന്ന് തോന്നുന്നു. കുറച്ച് പൊട്ടാറ്റോ, നല്ല ബാർബിക്യൂ സോസും. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. നല്ല റിച്ച് പോർക്ക് റിബ്സ്, അല്ല പോർക്ക് ചോപ്പ്, നല്ല സോസ്, പെർഫെക്റ്റ്ലി കുക്കണ്ട. ഒരു നൈഫ് പോലും വേണ്ട. ഇതും ഫാറ്റും. ഗൈസ്, സോ ഇറ്റ്സ് എ റാപ്പ് ഫോർ ഡേ 2. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാനൊന്നുമില്ല. കുഴപ്പമില്ല, മോശമല്ല, ഗുഡും അല്ല. അതിന് വേണ്ടി വരേണ്ട ആവശ്യമില്ല. ഇതുവരെ ഞങ്ങൾ കഴിച്ചതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാബ റൂമും ജാമുൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. സോ നാളെ നമ്മുടെ ഫൈനൽ ഡേ ആണ്. നാളെ പ്രിയ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമോ ബ്രേക്ക്ഫാസ്റ്റിന് നാളെ? അത് കേക്കില്ല. രാവിലെ 9:30 ഞങ്ങള് പറ്റില്ല, അത് പറ്റില്ല. അപ്പൊ ലഞ്ച് അങ്ങനെ കഴിക്കും. അത് പറ്റില്ല. എത്ര സമയം എടുക്കും റെഡി ആവാൻ? പ്രിയ റെഡി ആവാൻ ഒരു 35 മിനിറ്റ്സ് 40 മിനിറ്റ്സ്. 9:20 ആകുമ്പോ വന്നിട്ട് വെള്ളം ഒഴിക്കും ഞാൻ. 10 മണിക്ക് ഇറങ്ങാൻ. 10 മണിക്ക് വന്നില്ലെങ്കിൽ പിന്നെ 9:20 വരണമെങ്കിൽ ഞാൻ അത് റൂം ലോക്ക് ചെയ്ത് കിടക്കും. നാളെ പോവാ ബ്രേക്ക്ഫാസ്റ്റിന്. 10 മണിക്ക് ഇറങ്ങണം. ശരി, ഇപ്പൊ പോയി കിടക്കാം. ഇനി അവിടെ പോയി എല്ലാരും കൂടെ ഇരുന്ന് മറ്റേ റൗണ്ട് ടേബിൾ ഡിസ്കഷൻ ആയിരിക്കും. ഓക്കെ ഗൈസ്, നാളെ നേരെ ഒരു അടിപൊളി വ്ളോഗായിട്ട് വരാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.